നമസ്കാരം. M&M Gastro Care India എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മായ പീതാംബരൻ, Gastroenterologist ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അൾസറിനെ പറ്റിയാണ്. അൾസർ എന്ന് പറഞ്ഞാൽ ആമാശയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറുകുടൽ ഡിയോഡിനത്തിലോ ഉണ്ടാകുന്ന അൾസറാണ് നമ്മൾ പെപ്റ്റിക് അൾസർ എന്ന് പറയും. അതാണ് സാധാരണ ആൾക്കാർ അൾസർ അസുഖം വന്നു എന്ന് പറയുന്നത്. അത് പണ്ടൊക്കെ ആൾക്കാരിങ്ങനെ ഒരുപാട് സ്പൈസി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അൾസർ വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, അതിനെന്തൊക്കെയാണ് സിംറ്റംസ്, എന്താണ് അതിൻ്റെ ചികിത്സാ രീതികൾ, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ അൾസർ സാധാരണയായിട്ടും 2 സ്ഥലങ്ങളിലാണ് കാണുന്നത്. ഒന്ന് നമ്മുടെ ആമാശയം, 2 ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ ഡിയോഡിനം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാലും രോഗിക്ക് വരുന്ന സിംറ്റം അത് വയറുവേദനയാണ്. വയറുവേദന കൂടുതലും വയറുവേദന ചിലപ്പോൾ നൈറ്റ് സിംറ്റംസ് ആയിരിക്കും. അതായത് ഭക്ഷണത്തിൻ്റെ ഇടവേള കൂടും തോറും അല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോഴാണ് കൂടുതലും വയറുവേദന ഇവർക്ക് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം ചില രോഗികൾക്ക് വയറ് വീർത്ത് വരിക, ചിലർക്ക് നോസിയ അല്ലെങ്കിൽ ഓക്കാനും ഛർദ്ദിക്കാൻ തോന്നുക മുതലായ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അൾസറിൻ്റെ ഡീപ്പ് അൾസേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ രോഗി രക്തം ഛർദ്ദിച്ച് വരാം, അല്ലെങ്കിൽ മോഷന് കൂടി രക്തം കറുപ്പ് മോഷൻ പോവുകയും അതുവഴി ബ്ലഡ് ലോസ് അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാവുകയും അത് സബ്സിക്വൻ്റ്ലി ചിലപ്പോൾ വളർച്ചയായിട്ടും ചില സാഹചര്യങ്ങളിൽ വരാറുണ്ട്. അപൂർവമായിട്ട് ചിലപ്പോൾ ക്യാൻസർ പോലും ആമാശയത്തിൻ്റെ അൾസറായി ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതൊരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു എൻഡോസ്കോപ്പിസ്റ്റിന് അത് ഈ ക്യാൻസറായ അൾസറും സാധാരണ ഉണ്ടാകുന്ന പെപ്റ്റിക് അൾസറും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഈ അൾസർ ഉണ്ടാകുന്നത്? പലപ്പോഴും പിന്നെ നമ്മൾ ഈ എച്ച് പൈലോറി എന്നൊരു ബാക്ടീരിയ കാരണമാണ് ഈ ആമാശയത്തിൽ അല്ലെങ്കിൽ ഡിയോഡിനത്തിൽ ഉണ്ടാകുന്ന അൾസറിൻ്റെ കാരണം. ചിലപ്പോൾ ഈ വേദന സംഹാരികൾ വളരെയധികം കഴിക്കുന്ന ആളുകൾ, ലൈക്ക് ആസ്പിറിൻ, ബ്രൂഫിൻ, പിന്നെ ചിലപ്പോൾ ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലമുള്ള രോഗികൾ, ലൈക്ക് ബൈപ്പാസ് കഴിഞ്ഞതോ പിന്നെ സ്റ്റെൻറ്റിട്ട രോഗികൾ ആസ്പിറിൻ അല്ലെങ്കിൽ ക്ലോപ്പുലറ്റ് മുതലായ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള രോഗികൾക്കും ഈ അൾസർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കേഴ്സ്, ഹെവി സ്മോക്ക്, വളരെയധികം പുക വലിക്കുന്നവർക്ക്, പിന്നെ ധാരാളം മദ്യപാനം ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ ഈ അൾസർ രോഗം കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രോഗി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് വോമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോഷൻ കൂടി ബ്ലഡ് ലോസ് ഉണ്ടാവാം. ചില രോഗികൾക്ക് ഈ മൾട്ടിപ്പിൾ അൾസേഴ്സ് വന്നു പോയി അവിടെ ആമാശയം അല്ലെങ്കിൽ ചെറുകുടലിൽ ഞെരുക്കം വരികയും അവർക്ക് ഒരുതരം ഒബ്സ്ട്രക്റ്റഡ് ആവുകയും ചിലപ്പോൾ അവർക്ക് പിന്നെ ശക്തമായ ഛർദി മുതലായ കാര്യങ്ങളോടുകൂടി കുടൽ തടസ്സപ്പെട്ട അല്ലെങ്കിൽ ആമാശയം തടസ്സപ്പെട്ട് വരുന്ന ഒരു സിംറ്റമായിട്ടും റയർലി കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വരുന്ന രോഗികൾക്ക് എന്തെല്ലാം ടെസ്റ്റുകളിലൂടെയാണ് നമുക്ക് അൾസർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്? അതിൽ ഏറ്റവും പ്രധാനം പിന്നെ എൻഡോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായും അൾസറിൻ്റെ സൈസ്, അൾസറിൻ്റെ ലൊക്കേഷൻ, അൾസറിൻ്റെ ആക്റ്റീവ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിപ്പോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ ചെയ്ത ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ എൻഡോസ്കോപ്പി ചില ആൾക്കാർക്ക് എൻഡോസ്കോപ്പി ചെയ്യാൻ താല്പര്യമില്ലാത്ത ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ആസ് എ ഫസ്റ്റ് ലൈൻ ടെസ്റ്റ് നമുക്ക് അല്ലാതെ ചില ബ്രെത്ത് ടെസ്റ്റ്, അതായത് ബ്രെത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പി ഇല്ലാതെ തന്നെ ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ചില ബ്ലഡ് ടെസ്റ്റ്, എച്ച് പൈലോറി സിറോളജി അല്ലെങ്കിൽ മോഷൻ കൂടി, സ്റ്റൂൾ ആൻറ്റിജൻ, എച്ച് പൈലോറി ആൻറ്റിജൻ മുതലായ ടെസ്റ്റുകളിലൂടെയും നമുക്ക് ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നും അത് ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ് അങ്ങനെയുള്ള രോഗികൾക്ക് ഈ എച്ച് പൈലോറി എന്നുള്ള ബാക്ടീരിയ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും സാധിക്കാറുണ്ട്. ബട്ട് ഡെഫിനറ്റായിട്ടും അൾസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു എൻഡോസ്കോപ്പി തന്നെ വേണ്ടി വരാറുണ്ട്. പിന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്ന് ഇങ്ങനെ അൾസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എച്ച് പൈലോറിയുടെ ടെസ്റ്റ് നമ്മൾ ചെയ്യുകയും അത് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് 2 ആഴ്ച ബാക്ടീരിയൽ
ആൻറ്റിബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതൊരു കോഴ്സാണ്. അത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ആസിഡ് വളരെയധികം ആസിഡിൻ്റെ ആക്ടിവിറ്റി നിന്ന് നമ്മുടെ ആമാശയത്തിൽ ആസിഡ് സെക്രീഷൻ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആസിഡിൻ സെക്രീഷൻ ഉണ്ടായാൽ ഈ അൾസർ ഹീൽ ചെയ്യാൻ അത് തടസ്സമാവും. അപ്പോൾ ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, പാൻറ്റോപ്രസോൾ, റാബിപ്രസോൾ മുതലായ മരുന്നുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പിന്നെ സിവിയർ പെയിന് വേണ്ടിയിട്ട് ചില സ്പെഷ്യൽ കോട്ടിംഗ് സിറപ്സും കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വേദന സംഹാരികളുടെ അളവ് കുറയ്ക്കുക, പിന്നെ അങ്ങനെയുള്ള പിന്നെ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സ്മോക്കേഴ്സ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കുടലിൽ അല്ലെങ്കിൽ ആമാശയത്തിലുണ്ടാവുന്ന അൾസർ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു അസുഖമാണ്. അത് ചിലപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഈ ചെറിയ കുട്ടികളോടൊക്കെ പറയാം ഒരുപാട് അച്ചാർ കഴിക്കരുത്, അത് കഴിച്ചാൽ അൾസർ വരും, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. മോസ്റ്റ് ഓഫൺ ഈ സ്പൈസി ഫുഡ് കഴിക്കുന്നത് ഇവരുടെ സിംറ്റംസ് ഓൾറെഡി ഒരു അൾസർ ഉള്ള രോഗികൾക്ക് ഇവരുടെ സിംറ്റംസ് എക്സാജറേറ്റ് ചെയ്യാണ് മോർ ഓഫൺ ദാൻ ഈ സ്പൈസി ഫുഡ് ഒരു കാരണമല്ല. ആക്ച്വലി ഒരു സിംറ്റം പേഴ്സൺ ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു റിലേഷനായിട്ട് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആമാശയം അല്ലെങ്കിൽ കുടൽ അൾസർ വന്നാലത്തെ സിംറ്റംസ്, ഇതിൻ്റെ ചികിത്സാ രീതികൾ, പിന്നെ എന്തെല്ലാം ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തെല്ലാം ചികിത്സകൾ നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതെല്ലാം ഇത് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്ലീസ് പ്രസ് ദ ബെൽ ബട്ടൺ. താങ്ക് യു.